ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 27-ാം ഭാഗം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നാണ് നിങ്ങളുടെ ജന്മദിനം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്? നമുക്കെല്ലാവർക്കും ബർത്ത്ഡേ ഉണ്ട്. മിക്കവാറും എല്ലാവർക്കും സ്വന്തം ബർത്ത്ഡേ എന്നറിയുകയും ചെയ്യും. എന്നാൽ ശരിക്കും അന്നാണോ നമ്മൾ ജനിച്ചത്? മാതാവിൻ്റെ വയറ്റിൽ നിന്ന്, നമ്മുടെ ഉമ്മയുടെ മാതാവിൻ്റെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ദിവസത്തിനാണ് നാം പൊതുവെ ജന്മദിനം എന്ന് പറയാറുള്ളത്. എന്നാൽ ശരിക്കും അതിനും എത്രയോ മാസങ്ങൾക്ക് മുമ്പേ നാം ജനിക്കുന്നുണ്ട്. വയറ്റിൽ കിടക്കുന്ന കുട്ടി, ഉമ്മയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി അനങ്ങാൻ തുടങ്ങുമ്പോൾ കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കും. യഥാർത്ഥത്തിൽ അതിനു മുമ്പേ നമുക്ക് ജീവനുണ്ട് എന്നതാണ് സത്യം. ജീവനുള്ള ബീജത്തിൽ നിന്നേ ഒരു കുട്ടി ഉണ്ടാവുകയുള്ളൂ. ജീവനുള്ള ബീജത്തിൽ നിന്നേ ജീവനുള്ള കുട്ടി ഉണ്ടാവുകയുള്ളൂ. അതും ജീവനുള്ള ഒരു ബീജം മതി ശരിക്ക് അണ്ഡത്തിലേക്ക് പ്രവേശിക്കാൻ. പക്ഷേ ജീവനുള്ള ഒരു ബീജം മാത്രം ഉണ്ടായാൽ കുട്ടി ഉണ്ടാവില്ല. ലക്ഷക്കണക്കിന് ബീജങ്ങൾ വേണം, അല്ല കോടിക്കണക്കിന് ബീജങ്ങൾ വേണമെന്നാണ്. സ്പേം കൗണ്ട് കുറവായതിനാൽ ഗർഭധാരണം സംഭവിക്കുന്നില്ല എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ അതിൻ്റെ വിശകലനത്തിലൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. കാരണം പുരുഷൻ്റെ ബീജത്തിൻ്റെ എണ്ണം കുറവാണ്, അതുകൊണ്ട് ഗർഭധാരണത്തിന് പ്രശ്നങ്ങൾ നേരിടും എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഒരു മില്ലി ലിറ്റർ ശുക്ലത്തിൽ 20 മില്യണെങ്കിലും, 20 മില്യൺ എന്ന് പറഞ്ഞാൽ 2 കോടിയാണ്. 2 കോടി ബീജങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാലാണ് ശരിക്കും സാധാരണഗതിയിൽ ഗർഭധാരണം നടക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊരു അത്ഭുതമാണ് ആ കാര്യമെന്ന് ആലോചിക്കുക. നമ്മുടെ ജനനം നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒത്തുവരണം എന്ന് ആലോചിച്ച് നോക്കുക. ഭ്രൂണ വളർച്ചയിലെ 3 ഘട്ടങ്ങൾ ഖുർആൻ വിശദീകരിച്ചത് നാം കണ്ടു കഴിഞ്ഞു. ആദ്യം നുത്ഫത്ത്, പിന്നീട് അലഖത്ത്, പിന്നീട് മുദ്ഗത്ത്. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. നാം അതിനെ ഒരു ഭദ്രമായ സ്ഥലത്ത് നുത്ഫത്താക്കി അഥവാ ഭ്രൂണമാക്കി, സിക്താണ്ഡമാക്കി ഭദ്രമായി നിക്ഷേപിച്ചിരിക്കുന്നു. സുമ്മ ഖലഖ്ന നുത്ഫത അലഖതൻ. പിന്നീട് ആ ഭ്രൂണത്തെ ഒട്ടിപ്പിടിക്കുന്ന, അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തുവാക്കി നാം സൃഷ്ടിച്ചു, നാം മാറ്റി. ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ. പിന്നീട് ആ ഒട്ടിപ്പിടിക്കുന്ന ചെറിയ വസ്തുവിനെ ഒരു ചവക്കപ്പെട്ട, ചവച്ചരച്ച ഒരു വസ്തുവാക്കി മാറ്റി. അപ്പോൾ നുത്ഫത്ത്, അലഖത്ത്, മുദ്ഗത്ത്, ഇങ്ങനെ 3 ഘട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അത് മുദ്ഗത്ത് കഴിഞ്ഞിട്ടുള്ള ഘട്ടം ഇളാം അഥവാ എല്ലുകൾ. ആ എല്ലുകൾക്ക് മുകളിൽ അല്ലെങ്കിൽ അതിനെ പൊതിഞ്ഞുകൊണ്ടുള്ള ലഹം അഥവാ മാംസം, അതാണ് അടുത്ത ഘട്ടം. ഫഖലഖ്നൽ മുദ്ഗത ഇളാമ ഫകസൗനൽ ഇളാമ ലഹ്മ. മുദ്ഗത്തിനെ അഥവാ ഈ ചവച്ചരച്ച മാംസത്തെ നാം ഇളാമ എല്ലുകളാക്കി മാറ്റി. ഫകസൗനൽ ഇളാമ ലഹ്മ. അപ്പോൾ തന്നെ ഈ എല്ലുകളെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്തു. അപ്പോൾ ചവച്ചരച്ച ആ വസ്തുവിനെ അഥവാ മുദ്ഗത്തിനെ പിന്നീട് അള്ളാഹു എല്ലുകളാക്കി മാറ്റുന്നു. ഫകസൗനൽ ഇളാമ ലഹ്മ. പിന്നീട് ആ എല്ലുകളെ നാം മാംസം കൊണ്ട് അല്ലെങ്കിൽ പേശികളെ കൊണ്ട് പൊതിയുന്നു. ഈ 2 പ്രക്രിയയും
ഒരേ സമയത്താണ് നടക്കുന്നത്. ഇവിടെ അവസ്ഥ മാറുന്നില്ല. നുത്ഫത്ത്, അലക്കത്ത്, മുളുഗത്ത്, ഇവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നുത്ഫത്തിന്റെ കാര്യം പറഞ്ഞെടുത്ത് പിന്നെ സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ, നുത്ഫത്തിനെ നാം സൃഷ്ടിച്ചു അലക്കത്താക്കിയിട്ട് എന്നാണ്, ഒട്ടിപ്പിടിക്കുന്ന ഒന്നാക്കിയിട്ട് എന്ന്. പിന്നെ അലക്കത്തിന്റെ കാര്യം പറഞ്ഞ് മുളുഗത്ത് ആക്കി മാറ്റുന്നിടത്തും പറഞ്ഞു ഫഖലഖ്നൽ അലഖത മുളുഗതൻ, ആ ഒട്ടിപ്പിടിക്കുന്ന വസ്തുവിനെ പിന്നെ ചവച്ചരക്കപ്പെട്ട വസ്തുവാക്കി മാറ്റി. അവിടെയും പ്രയോഗിച്ചിരിക്കുന്നത് ഫഖലഖ്ന എന്നാണ്. പിന്നീട് ഈ മുളുഗത്തിനെ എല്ലാക്കി മാറ്റി എന്ന് പറയുന്നിടത്തും ഫഖലഖ്നൽ മുളുഗത ഇളാമ, ഈ ചവച്ചരക്കപ്പെട്ട ഈ വസ്തുവിനെ എല്ലാക്കി മാറ്റി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറച്ചിയാക്കി അല്ലെങ്കിൽ അതിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു എന്ന് പറയുന്നിടത്ത് ഖലഖ്ന എന്ന് പ്രയോഗിക്കുന്നില്ല. ഫകസൗനൽ ഇളാമ ലഹ്മ എന്നാണ് പറയുന്നത്. ഫഖലഖ്നൽ ഇളാമ ലഹ്മ എന്നല്ല, ഫകസൗനൽ ഇളാമ ലഹ്മ, പിന്നീട് ആ എല്ലുകളെ നാം മാംസം കൊണ്ട് പൊതിഞ്ഞു. അപ്പോൾ അത് പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നില്ല എന്നർത്ഥം. അവിടെ ഇളാമിൻ്റെ ഘട്ടത്തിൽ ആദ്യം നുത്ഫയുടെ ഘട്ടം, പിന്നെ അലക്കത്തിൻ്റെ ഘട്ടം, പിന്നെ മുളുഗത്തിൻ്റെ ഘട്ടം. ഈ മുളുഗത്തിൻ്റെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇളാമിൻ്റെ അഥവാ എല്ലുകൾ രൂപപ്പെടുന്ന ഘട്ടം, ഇതാണ് 4ാമത്തെ ഘട്ടം. ഈ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരേ സമയത്ത് സൈമൾട്ടേനിയസ്ലി തന്നെ അത് മാംസം അതിനെ പൊതിയുന്നു എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ഫഖലഖ്ന എന്ന് വേറെ പ്രയോഗിക്കാതിരുന്നത്. അത് ആ സമയത്ത് തന്നെ എല്ലുകൾ ഉണ്ടാകുമ്പോൾ തന്നെ എല്ലുകളെ ചുറ്റി മാംസപേശികൾ വരുന്നു എന്നാണ് അതിൻ്റെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫകസൗനൽ ഇളാമ ലഹ്മ. അപ്പോൾ ഇവിടെ അവസ്ഥ, എല്ലുകളെ മാംസം പൊതിയുമ്പോൾ അവസ്ഥ മാറുന്നില്ല, എല്ല് മാറി മാംസമാവുകയല്ല. ഇതുവരെയുള്ളതൊക്കെ മാറി മാറി വരികയാണ്. നുത്ഫ അലക്കയാകുന്നു, നുത്ഫ മാറി അലക്കയാകുന്നു, അലക്ക മാറി മുളുഗത്താകുന്നു, മുളുഗത്ത് മാറി പിന്നീട് ഇളാമാകുന്നു. എന്നാൽ ഇളാമ് മാറി, എല്ലുകൾ മാറിയിട്ട് മാംസമാവുകയല്ല, എല്ലുകൾ അവിടെ തന്നെയുണ്ട്, എല്ലുകളുടെ മുകളിൽ മാംസം പൊതിയുകയാണ്. അപ്പോൾ ഫഖലഖ്നൽ ഇളാമ ലഹ്മ എന്ന് പറയുന്നതിന് പകരം ഫകസൗനൽ ഇളാമ ലഹ്മ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലുകളെ മാംസം കൊണ്ട് അഥവാ മസിലുകൾ കൊണ്ട് പൊതിയുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രയോഗത്തിൽ നിന്ന് തന്നെ, കൃത്യമായ ഈ പദപ്രയോഗത്തിൽ നിന്ന് തന്നെ, അസ്ഥികൂടം ഉണ്ടാകുമ്പോൾ തന്നെ, എല്ലുകൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അതേ സ്റ്റേജിൽ, അതേ ഘട്ടത്തിൽ തന്നെ മസിലുകൾ കൂടി ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഓരോ ഘട്ടവും നോക്ക്. സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുളുഗതൻ ഫഖലഖ്നൽ മുളുഗത ഇളാമ. 4 ഘട്ടങ്ങൾ: നുത്ഫത്ത്, അലഖത്ത്, മുളുഗത്ത്, ഇളാം. ഈ 4ാമത്തെ ഘട്ടത്തിൽ ഇളാം, എല്ലുകൾ, അസ്ഥികൂടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഫകസൗനൽ ഇളാമ ലഹ്മ, അതിന് ചുറ്റും കോശങ്ങൾ അല്ലെങ്കിൽ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമായിട്ടാണ്, എത്ര സൂക്ഷ്മമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഘട്ടങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓരോ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ്, അടുത്ത സ്റ്റേജ്, ഇങ്ങനെ ഓരോ സ്റ്റേജ് മാറുമ്പോൾ ഖലഖ്ന 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 എന്ന് പ്രയോഗിച്ച അല്ലാഹു, പക്ഷേ എല്ലിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ പിന്നീട് എല്ല് കഴിഞ്ഞിട്ടുള്ള ഇളാമിൻ്റെ ആ കാര്യം കഴിഞ്ഞതിന് ശേഷം അതിനെ ഫകസൗനൽ ഇളാമ ലഹ്മ, ഇളാമും എല്ലും അഥവാ എല്ലും മാംസവും, ഇളാമും ലഹ്മും ഒരേ ഘട്ടത്തിലാണ് നടക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ ഇത് ഒരു യാദൃച്ഛികമായ പദപ്രയോഗമല്ല, കൃത്യമായി മനുഷ്യനെ പടച്ച സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ വളരെ കൃത്യമായ വിശദീകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഭ്രൂണത്തിന് 6 ആഴ്ച പ്രായമുള്ള അവസ്ഥയിൽ അസ്ഥിയും മാംസവും തൊലിയും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അതോടുകൂടി ഈ ഭ്രൂണം അഥവാ ഈ ഭ്രൂണത്തിന്
എല്ലുകളും എല്ലുകൾക്ക് പുറമെ അല്ലെങ്കിൽ എല്ലുകളെ പൊതിഞ്ഞുകൊണ്ട് മാംസവും വരുന്നതോടുകൂടി അതൊരു ജീവനുള്ള മനുഷ്യക്കുട്ടിയായി മാറുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന ഭ്രൂണം എന്ന അവസ്ഥയിൽ നിന്ന് മാറി ഒരു മനുഷ്യക്കുട്ടിയായി മാറുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് സുമ്മ അൻശഅ്നാഹു ഖൽഖൻ ആഖർ, പിന്നെ നാം അതിനെ മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റുന്നു, മറ്റൊരു സൃഷ്ടിയാക്കി അതിനെ ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അള്ളാഹു ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമനായ സൃഷ്ടാവായ അള്ളാഹു എത്ര അനുഗ്രഹീതൻ. അപ്പോൾ ഇവിടെ വെച്ച് ഒരു മനുഷ്യക്കുട്ടി ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യ സൃഷ്ടിപ്പ് നടക്കുന്നു എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ബീജവും അണ്ഡവും യോജിച്ച് കോശവിഭജനം തുടങ്ങുന്ന ആ ഘട്ടം മുതൽ ഭ്രൂണത്തിൽ ഇവിടെ വെച്ച് ജീവനുണ്ടാകുന്നു. ശാസ്ത്രീയമായി 5-6 ആഴ്ചകളിൽ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു 16-20 ആഴ്ചകളോടുകൂടിയൊക്കെ പിന്നീട് അവയവങ്ങൾ വികസിച്ചു വരികയും പിന്നീട് ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനങ്ങൾ മാതാവിന് അനുഭവപ്പെടുകയും ചെയ്യും. ഇന്നൊക്കെ ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി മാത്രം നാം മനസ്സിലാക്കുന്ന ഈ കാര്യങ്ങൾ പോലും വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ വിശദീകരിക്കുന്നു എന്നത് എന്തുമാത്രം അത്ഭുതകരമാണ്. ആധുനിക ഭ്രൂണശാസ്ത്രത്തിൻ്റെ കണ്ണടയിലൂടെ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ പരാമർശിക്കപ്പെട്ട ഈ ഭ്രൂണഘട്ടങ്ങളെ, ഓരോ ഘട്ടങ്ങളെയും പരിശോധിച്ചു നോക്കുന്ന ആർക്കും ഇത് അല്ലാഹു മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുത്തതല്ലാതെയാവാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല എന്ന് മനസ്സിലാകും. ഇനി ഈ ആയത്തുകൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. സൂറത്തുൽ മുഅ്മിനൂനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 12 മുതൽ 14 വരെയുള്ള ആയത്തുകൾ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മണ്ണിൻ്റെ സത്തയിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ പടച്ചിരിക്കുന്നു. സുമ്മ ജഅൽനാഹു നുത്ഫതൻ, പിന്നീട് നാം അതിനെ ഒരു ഭ്രൂണമാക്കി, സിക്താണ്ഡമാക്കി മാറ്റി. ഫീ ഖറാറിൻ മക്കീൻ, വളരെ സുഭദ്രമായ ഗർഭാശയത്തിൽ. സുമ്മ ഖലഖ്നൻ നുത്ഫത, ആ ഭ്രൂണത്തെ പിന്നീട് നാം പടച്ചു അലഖത്തൻ, ഒട്ടിപ്പിടിക്കുന്ന അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നായി. ഫഖലഖ്നൽ അലഖത, പിന്നീട് ആ ഒട്ടിപ്പിടിക്കുന്നതിനെ നാം മാറ്റി മുളുഗത്തൻ, ചവച്ചരച്ച ഒന്നായി. ഫഖലഖ്നൽ മുളുഗത, ആ ചവച്ചരച്ച വസ്തുവിനെ നാം മാറ്റി ഇളാമൻ, എല്ലുകളായിട്ട്. പിന്നീട് ആ എല്ലുകളെ നാം മാംസം കൊണ്ട് പൊതിഞ്ഞു. ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഅ്നാഹു ഖൽഖൻ ആഖർ, പിന്നീട് നാം അതിനെ മറ്റൊരു പടപ്പാക്കി, ഒരു സൃഷ്ടിയാക്കി മാറ്റി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹു എത്ര അനുഗ്രഹീതൻ, അനുഗ്രഹത്തിൻ്റെ ഉടമസ്ഥൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.